ഉത്തർപ്രദേശിൽ കാറിൽ മയക്കുമരുന്ന് കടത്തിയാളെ പോലീസ് അതിസാഹസികമായി പിന്തുടർന്ന് പിടികൂടി. കാറിൽ നിന്ന് 3 കിലോ ഒപ്പിയം ഉൾപ്പെടെ 49 ലക്ഷം രൂപ വില വരുന്ന മയക്കുമരുന്നും പോലീസ് പിടിച്ചെടുത്തു. കാറിലുണ്ടായിരുന്ന ലുധിയാന സ്വദേശി പ്രിൻസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. ഉത്തർപ്രദേശിലെ സോൻഭദ്രയിലാണ് സിനിമാ രംഗങ്ങളെ വെല്ലുന്ന ചേസിംഗിനൊടുവിൽ പോലീസ് ലഹരിക്കടത്തുകാരെ വലയിലാക്കിയത്. വാഹന പരിശോധനയ്ക്കിടെ പോലീസ് കൈകാണിച്ചിട്ടും നിർത്താതെ പോയ കാറിനെ പോലീസ് സംഘം പിന്തുടരുകയായിരുന്നു. എന്നാൽ ഇതിനിടെ പ്രതികൾ പോലീസ് വാഹനത്തിൽ കാറിടിപ്പിച്ച് രക്ഷപ്പെട്ടു. കാറിടിച്ചതോടെ പോലീസ് വാഹനം തകരാറായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല. ഇതോടെ നാട്ടുകാരനായ പ്രദീപ് കുമാർ എന്നയാൾ തന്റെ കാർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകി. തുടർന്ന് പ്രദീപിന്റെ കാറിൽ പോലീസ് സംഘം പ്രതികൾക്ക് പിന്നാലെ പാഞ്ഞു. हमारी एसओजी की टीम थाना चोपन और मारकुंडी के बीच वाले रास्ते पे चेकिंग कर रही थी. उन्होंने एक संदिग्ध सफ़ेद कार देखा जिसका नंबर DL सीरीज का था. जब उस गाड़ी को रोकने का प्रयास किया गया तो वो गाड़ी बहुत ही तेज गति से एसओजी टीम के आगे से निकल के गई. പോലീസ് പിന്തുടരുന്നവരുടെ പോലീസിനെ വഴിതെറ്റിക്കാനായിരുന്നു പ്രതികളുടെ ശ്രമം. ഇതിനായി കാറിൽ നിന്ന് തുടർച്ചയായി 100ന്റെ നോട്ടുകൾ റോഡിലേക്ക് എറിഞ്ഞു. എന്നാൽ പോലീസ് കാറിനെ വിട്ടില്ല. ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറം പോലീസ് പ്രതികളെ കാറ് തടഞ്ഞു നിർത്തി. പോലീസ് തടഞ്ഞതോടെ പ്രതികൾ വെടിയുതിർത്തു. പോലീസ് തിരിച്ചും വെടിയുതിർത്തു. ഏറ്റുമുട്ടലിനിടെ പരിക്കേറ്റ പ്രിൻസിനെ പോലീസ് കൈയോടെ പിടികൂടുകയായിരുന്നു. एसओजी टीम ने यह भी देखा कि वो जो गाड़ी से नोटों के बंडल भी उड़ाने के प्रयास किए जा रहे हैं और 100 रुपए के नोट सड़क पे बिखरे हुए थे. लगातार पीछा करते हुए एसओजी की टीम थाना चोपन अंतर्गत जब उस गाड़ी को घेर लिया गया सभी तरफ से, तो उस गाड़ी में बैठे हुए जो अपराधी थे उनके द्वारा पुलिस टीम की तरफ फायरिंग भी की गई. ജാർഖണ്ഡിൽ നിന്ന് പഞ്ചാബിലേക്ക് മയക്കുമരുന്ന് കടത്തുകയായിരുന്നുവെന്നാണ് പിടിയിലായ പ്രതി മൊഴി നൽകിയിരുന്നത്. പ്രതികൾ സഞ്ചരിച്ച കാറിൽ നിന്ന് മയക്കുമരുന്നിന് പുറമെ 50,000 രൂപയും നാടൻ തോക്കും ഉൾപ്പെടെ പിടിച്ചെടുത്തതായും പോലീസ് പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.